പാലിലെ പഞ്ചസാര ഏതാണ്? ലക്ടോസ്, ലാക്ടോസ്. 2. പാലിലെ കൊഴുപ്പിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ബ്യൂട്ടിറോമീറ്റർ, ബ്യൂട്ടിറോമീറ്റർ. 3. പാലിന്റെ സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്നത്. ലാക്ടോമീറ്റർ. 4. പാൽ പാസ്ചറൈസേഷൻ ചെയ്യുന്ന സാധാരണ താപനില. 72 കാരറ്റ് സെർക്ക് ടെക്സ്റ്റാസി. 15 സെക്കൻഡ്. 5. പാലിന് വെള്ളനിറം നൽകുന്ന പ്രോട്ടീൻ. കേസിൻ, കേസീൻ. 6. പാലിലെ കൊഴുപ്പിനെ തുല്യമായി വിഭജിക്കുന്ന പ്രക്രിയ. ഹോമോജിനൈസേഷൻ, ഹോമോജിനൈസേഷൻ. 7. പാലിലെ അമ്ലത, അസിഡിറ്റി എത്രയാണ്? 0.14%. 8. മിൽമ രൂപീകൃതമായ വർഷം. 1980. 9. ഓപ്പറേഷൻ ഫ്ലഡ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം. 10. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്. ഡോക്ടർ വർഗീസ് കുര്യൻ. മെക്കാനിക്കൽ ആൻഡ് മെയിന്റനൻസ്. 11 മെഷീനുകളിലെ ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ലൂബ്രിക്കൻസ്, ഗ്രീസ്, ഓയിൽ. 12 ദ്രാവകങ്ങൾ പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സെൻട്രിഫ്യൂഗൽ പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്. 13 പൈപ്പുകളുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഫിറ്റിംഗ്. എൽബോ, എൽബോ. 14 ഗ്യാസ് ചോർച്ച തടയാൻ ജോയിന്റുകളിൽ ഉപയോഗിക്കുന്നത്. ഗ്യാസ്കറ്റ്, ഗ്യാസ്കറ്റ്. 15 ബോയിലറിലെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. പ്രഷർ ഗേജ്. 16 പൈപ്പിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത്. വാൽവ്, വാൽവ്. 17 താപനില അളക്കാനുള്ള യൂണിറ്റ്. സെൽഷ്യസ് ബൈ കെൽവിൻ. 18 ഒരു കുതിരശക്തി. 1 HP എത്ര വാട്ടാണ്? 746 വാട്ട്സ്. 19 തുരുമ്പ് തടയാൻ ഇരുമ്പിൽ സിങ്ക് പൂശുന്ന രീതി. ഗാൽവനൈസേഷൻ. 20 ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്ന പ്രധാന വാതകം. കാർബൺ ഡയോക്സൈഡ്. CO_2. ഇലക്ട്രിക്കൽ ആൻഡ് സേഫ്റ്റി. 21 വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ്. ആംപിയർ, ആംപിയർ. 22 വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്നത്. വോൾട്ട് മീറ്റർ. 23 ഇലക്ട്രിക് സർക്യൂട്ടിലെ സുരക്ഷാ ഉപകരണം. ഫ്യൂസ് ബൈ MCB. 24 AC വൈദ്യുതിയെ DC ആക്കി മാറ്റുന്നത്. റെക്ടിഫയർ, റെക്ടിഫയർ. 25 ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ഇൻസുലേഷൻ തകരാർ. 26 1 കിലോവാട്ട്. 1 കിലോവാട്ട് എത്ര വാട്ടാണ്? 1000 വാട്ട്സ്. 27 നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഇടുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ട്? വെള്ളം വൈദ്യുതിയെ കടത്തിവിടുന്നു. 28 പ്ലാന്റിൽ പുക കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത്. ഫയർ അലാറം മുഴക്കുക, പവർ ഓഫ് ചെയ്യുക. 29 PPEയുടെ പൂർണ്ണരൂപം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. 30 ഇലക്ട്രിക് തീ അണയ്ക്കാൻ വെള്ളം ഉപയോഗിക്കാമോ? പാടില്ല. ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്. 31 കേരളത്തിലെ ക്ഷീരവികസന വകുപ്പ് മന്ത്രി. ചിഞ്ചുറാണി. 32 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB എവിടെയാണ്? ആനന്ദ്, ഗുജറാത്ത്. 33 മലബാർ മിൽമയുടെ ആസ്ഥാനം. കോഴിക്കോട്. 34 കേരളത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക ജില്ല. പാലക്കാട്. 35 ലോക ക്ഷീരദിനം, വേൾഡ് മിൽക്ക് ഡേ. ജൂൺ 1. 36 ദേശീയ ക്ഷീരദിനം. നവംബർ 26 വർഗീസ് കുര്യന്റെ ജന്മദിനം. 37 പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന രീതി. MBRT ടെസ്റ്റ്. 38 വെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന്റെ ശതമാനം. ഏകദേശം 80%. 39 ഐസ്ക്രീമിലെ ഓവർറൺ. ഓവർറൺ എന്നാൽ എന്ത്? വായു കലർത്തുന്നത് മൂലമുണ്ടാകുന്ന വ്യാപ്തവർദ്ധനവ്. 40 പാൽ കെടുപ്പിന് കാരണമാകുന്ന ബാക്ടീരിയ. ലാക്ടോബാസില്ലസ്. ബാക്കി മിസ്റ്ററി. 41 പാലിലെ pH മൂല്യം എത്രയാണ്? 6.6 മുതൽ 6.8 വരെ. നേരിയ അമ്ലഗുണം. 42 പാലിന്റെ മഞ്ഞനിറത്തിന് കാരണമായ ഘടകം. കരോട്ടിൻ, കാരോട്ടീൻ. 43 പാലിലെ വെള്ളത്തിന്റെ അളവ് എത്രയാണ്? ഏകദേശം 87%. 44 പാൽ തിളയ്ക്കുന്ന താപനില. 100.17 കാരറ്റ് സെർക്ക് ടെക്സ്റ്റാസി. വെള്ളത്തേക്കാൾ അല്പം കൂടുതൽ. 45 SNF എന്നാൽ എന്ത്? സോളിഡ്സ് നോട്ട് ഫാറ്റ്. കൊഴുപ്പല്ലാത്ത ഖരപദാർത്ഥങ്ങൾ. 46 പശുവിൻ പാലിലെ ശരാശരി SNF എത്ര? 8.5%. 47 എരുമപ്പാലിലെ ശരാശരി കൊഴുപ്പ് ഫാറ്റ് എത്ര? 6 മുതൽ 8% വരെ. 48 പാലിലെ മായം അഡൾട്രേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പരിശോധന. ഹാൻസ ടെസ്റ്റ്, ഹാൻസ ടെസ്റ്റ്. 49 പാലിൽ അന്നജം, സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത്. അയഡിൻ ലായനി. 50 ക്രീം സെപ്പറേറ്റർ ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. റെഫ്രിജറേഷൻ ആൻഡ് മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് മെക്കാനിക്കൽ. 51 ഡയറി പ്ലാന്റുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ് ഏതാണ്? അമോണിയ. NH_3. 52 അമോണിയയുടെ മണം എങ്ങനെയുള്ളതാണ്? രൂക്ഷഗന്ധം.
പഞ്ചൻ സ്മെൽ. 53 ഐസ് ബാങ്ക് ടാങ്ക് IBT എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ പെട്ടെന്ന് തണുപ്പിക്കാൻ ആവശ്യമായ തണുത്ത വെള്ളം. ഒന്തെക്സ്റ്റ് 2 ക്യാരറ്റ് സർക്ക് ടെക്സ്റ്റാസി ശേഖരിക്കാൻ. 54 കംപ്രസറിന്റെ ധർമ്മം എന്ത്? റെഫ്രിജറന്റ് വാതകത്തിന്റെ മർദ്ദം വർദ്ധിപ്പിക്കുക. 55 കണ്ടൻസറിന്റെ ധർമ്മം എന്ത്? വാതക രൂപത്തിലുള്ള റെഫ്രിജറന്റിനെ തണുപ്പിച്ച് ദ്രാവകമാക്കുക. 56 ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചൂടുള്ള പാലും തണുത്ത വെള്ളവും തമ്മിൽ താപം കൈമാറ്റം ചെയ്യാൻ, പാൽ തണുപ്പിക്കാൻ. 57 ബോയിലറിൽ ഉണ്ടാകുന്ന നീരാവി സ്റ്റീം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാൽ ചൂടാക്കാനും മെഷീനുകൾ കഴുകാനും, സ്റ്റെറിലൈസേഷൻ. 58 പൈപ്പുകളിലെ മർദ്ദം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഉപയോഗിക്കുന്ന വാൽവ്. സേഫ്റ്റി വാൽവ്. സേഫ്റ്റി വാൽവ്. 59 എയർ കംപ്രസറിൽ നിന്ന് ഈർപ്പം മാറ്റാൻ ഉപയോഗിക്കുന്നത്. എയർ ഡ്രയർ. എയർ ഡ്രയർ. 60 ബെയറിങ്ങുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറങ്ങുന്ന ഭാഗങ്ങളുടെ ഘർഷണം കുറയ്ക്കാൻ. ക്ലീനിംഗ് ആൻഡ് സാനിറ്റേഷൻ. CIP ക്ലീനിംഗ് ഇൻ പ്ലേസ്. 61 CIPയുടെ പൂർണ്ണരൂപം. ക്ലീനിംഗ് ഇൻ പ്ലേസ്. 62 പൈപ്പുകൾ അഴിച്ചു മാറ്റാതെ കഴുകുന്ന രീതി ഏതാണ്? CIP. 63 പാലിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ. കോസ്റ്റിക് സോഡ. NaOH. 64 പാലിലെ മിനറൽസ് മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നൈട്രിക് ആസിഡ്. HNO_3. 65 CIP ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ സാധാരണ താപനില എത്രയായിരിക്കണം? 80 ക്യാരറ്റ് സർക്ക് ടെക്സ്റ്റാസി. 66 അണുനശീകരണത്തിന് സാനിറ്റൈസേഷൻ ഉപയോഗിക്കുന്ന പ്രധാന കെമിക്കൽ. ക്ലോറിൻ ലായനി. 67 പാൽപാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൽക്കലൈൻ ക്ലീനർ. 68 മെഷീനുകൾ കഴുകിയ ശേഷം അവസാനം ചെയ്യുന്നത്. ശുദ്ധജലം ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യുക. ഹോട്ട് വാട്ടർ റിൻസ്. മിൽമ ഉൽപ്പന്നങ്ങൾ. മിൽക്ക് പ്രോഡക്ട്സ്. 69 നെയ്യിലെ ഈർപ്പത്തിന്റെ മോയ്സ്ചർ അളവ് എത്രയിൽ കൂടാൻ പാടില്ല? 0.5%. 70 തൈര്. കേർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ കൾച്ചർ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. 71 പനീർ ഉണ്ടാക്കാൻ പാൽ പിരിക്കാൻ ഉപയോഗിക്കുന്നത്. സിട്രിക് ആസിഡ്. 72 ഖോവ. ഖോവ എന്നാൽ എന്ത്? പാൽ വറ്റിച്ച് കുറുക്കിയെടുക്കുന്ന ഉൽപ്പന്നം. 73 പാൽപ്പൊടി മിൽക്ക് പൗഡർ നിർമ്മിക്കുന്ന രീതി. സ്പ്രേ ഡ്രൈയിങ്. സ്പ്രേ ഡ്രൈയിങ്. 74 ഫ്ലേവേർഡ് മിൽക്കിൽ ചേർക്കുന്ന സ്റ്റെബിലൈസർ. അൽജിനേറ്റ്. അൽജിനേറ്റ്. 75 ടോണ്ട് മിൽക്കിലെ ടോണ്ട് മിൽക്ക് കൊഴുപ്പിന്റെ അളവ്. 3%. 76 ഡബിൾ ടോണ്ട് മിൽക്കിലെ ഡബിൾ ടോണ്ട് മിൽക്ക് കൊഴുപ്പ്. 1.5%. 77 ഹോമോജനൈസ്ഡ് പാൽ എന്നാൽ എന്ത്? കൊഴുപ്പ് തരികളെ ഉടച്ച് തുല്യമായി കലർത്തിയ പാൽ. 78 UHT പാലിന്റെ ഷെൽഫ് ലൈഫ് എത്രയാണ്? 3 മുതൽ 6 വരെ മാസം. തുറക്കാതിരുന്നാൽ. 79 UHT എന്നാൽ എന്ത്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ. 135 ടെക്സ്റ്റ്. 150 ക്യാരറ്റ് സർക്ക് ടെക്സ്റ്റാസി. 80 ഐസ്ക്രീമിൽ ചേർക്കുന്ന കൊഴുപ്പിന്റെ അളവ്. കുറഞ്ഞത് 10%. മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് ബേസിക്സ്. 81 1 ലിറ്റർ പാൽ ഏകദേശം എത്ര ഗ്രാം വരും? 1030 ഗ്രാം. 82 പാലിന്റെ സാന്ദ്രത 1.030 ആണെങ്കിൽ 10 ലിറ്റർ പാലിന്റെ ഭാരം എത്ര? 10.3 കിലോഗ്രാം. 83 ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യം. PI/2. 84 ഒരു ചതുരശ്ര മീറ്റർ എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? 10,000 cm². 85 ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക എത്ര? 180 ക്യാരറ്റ് സർസി. ജനറൽ നോളജ് ആൻഡ് കേരളം. 86 ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറി ബ്രാൻഡ്. അമൂൽ. അമൂൽ. 87 കേരളത്തിലെ ആദ്യത്തെ പാൽ സഹകരണ സംഘം എവിടെ? ആലപ്പുഴ, തിരുവനന്തപുരം എന്നും ചിലയിടങ്ങളിൽ കാണാം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. 88 മിൽമയുടെ ലോഗോയിൽ ഉള്ളത് എന്താണ്? ഒരു തുള്ളി പാൽ. മിൽക്ക് ഡ്രോപ്പ് സിംബോൾ. 89 പാലിലെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി കുറവാണോ കൂടുതലാണോ? വളരെ കുറവാണ്. 90 പാലിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ധാതു മിനറൽ. കാൽസ്യം. 91 വൈറ്റ് വിപ്ലവം വൈറ്റ് റവല്യൂഷൻ ആരംഭിച്ച വർഷം. 1970. 92 മിൽമയുടെ 3 മേഖലകൾ ഏതൊക്കെ?